അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഖുർആൻ തദ്രീബു തിലാവ ഹിഫ്ള് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തദ്രീബു തിലാവയാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഉദാഹരണങ്ങളിൽ നിന്നും ഹുറൂഫു ഷഫത്തൈൻ എടുത്തെഴുതാം. താഴെ ചില വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഹുറൂഫുൽ ലിസാൻ, നാവിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ എഴുതാനാണ്. ഒന്നാമത്തെ വാക്ക് ഏതാണ്? ബഅസ. ബഅസ എന്ന് പറയുമ്പോൾ അതിൽ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഏതാണ്? സ ആണ്. സ എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത് അസാബ. അസാബ എന്ന് പറയുമ്പോൾ സ്വാദ്. ഫതുബിഅ. ഫതുബിഅ അതിൽ താ. മുബീൻ എന്ന് പറയുമ്പോൾ നൂന്. അഹദൻ. അഹദൻ എന്ന് പറയുമ്പോൾ ദാല്. ഷിഹാബൻ എന്ന് പറയുമ്പോൾ ഷീന്. ഇങ്ങനെ ഈ ഓരോ ഉദാഹരണങ്ങളിൽ നിന്നും നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹുറൂഫുൽ ജൗഫിന് റൗണ്ട് ചെയ്യാം. ഹുറൂഫുൽ ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്ദിന്റെ അക്ഷരങ്ങളാണ്. അൽ മദ്ദിയ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം ഊഹിയ. ഊഹിയ അതിലേതാണ് ഹുറൂഫുൽ ജൗഫ്? മദ്ദിന്റെ അക്ഷരം ഏതാണ്? ഊ എന്നുള്ളതിന് നീട്ടാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? വാവാണ്. അപ്പോൾ വാവാണ് അവിടെ ഹർഫുൽ ജൗഫ്. അപ്പോൾ വാവ് ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് യഹ്ദി. യഹ്ദി എന്ന് പറയുമ്പോൾ ദീ എന്നുള്ളതിന് നീട്ടിയത് ഏതാണ്? യാ ആണ്. യാ ആണ് ഇവിടെ ജൗഫിന്റെ അക്ഷരം. അത് മാറ്റി എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം, താഴെ കോളത്തിലുള്ള അക്ഷരങ്ങളിൽ നിന്ന് ഹുറൂഫു ഷഫത്തൈൻ തിരഞ്ഞെടുക്കാം. ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ. രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? താഴെയുള്ള അക്ഷരങ്ങളിൽ നിന്ന് താഴെ ഏതെല്ലാം അക്ഷരങ്ങളുണ്ട്? ത ഉണ്ട്, ഫ, ഖാഫ്, ള, സ, ബ, കാഫ്, ളാദ്. ഇതിൽ നിന്ന് രണ്ടക്ഷരങ്ങളാണ് ഹുറൂഫു ഷഫത്തൈനിയിൽ വരുന്നത്. ഏതെല്ലാമാണ്? ഒന്ന് ഫാഉം മറ്റൊന്ന് ബാഉം. ഈ രൂപത്തിലാണ് അവിടെ ഉത്തരം എഴുതേണ്ടത്. ഇതാണ് തദ്രീബു തിലാവയുടെ ഇന്നത്തെ ചോദ്യപേപ്പർ. ഇനി ഖുർആനിൽ നിന്ന് ഓതാനുണ്ടായിരുന്ന ഭാഗം സൂറത്തുൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുദ്ദസ്സിറിൽ നിന്ന് 52 മുതൽ 56 വരെയുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ് വേണ്ടത്. അതിൽ അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം നടത്തിയിട്ടുണ്ടെങ്കിൽ 25 മാർക്ക് ലഭിക്കും. പിന്നെ പാരായണത്തിൽ ഇവയുടെ മഖ്റജുകൾ എന്ന് വെച്ചാൽ ബാ, ദാല്, സ്വാദ്, ഷീന്, അതുപോലെ മദ്ദിന്റെ അക്ഷരങ്ങൾ ഇതെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ടെങ്കിൽ 3 വീതം മാർക്കുകൾ അതിന് ലഭിക്കും. ഇനി തഹ്ഫീദുൽ ഖുർആൻ, ഹിഫ്ള് ഏതു ഭാഗമായിരുന്നു? സൂറത്തുൽ അസ്ർ പൂർണ്ണമായും ഓതാനായിരുന്നു. സൂറത്തുൽ അസ്ർ. അതുപോലെ സൂറത്തുൽ ഹുമസയിൽ നിന്ന് 7, 8, 9 ആയത്തുകൾ ഓതാനാണ്. മൂന്നാമത്തത് തവഫനി മുസ്ലിമൻ എന്ന പ്രാർത്ഥന അവസാനം വരെ, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നുള്ളത് പൂർണ്ണമായും ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ 30, 15, 5 എന്നീ ക്രമത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഇന്ന് 3ാം ക്ലാസ്സിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എഴുതിയും ഓതിയുമൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.